ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ന്യൂ കുക്കിംഗ് വ്ളോഗിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഒത്തിരി നാളായി നിങ്ങൾ ചോദിക്കുന്നു, പുഡിങ്സ് കാണിച്ചിട്ട് ഒരുപാട് നാളായി, കേക്ക്സ് കാണിച്ചിട്ട് ഒരുപാട് നാളായി. കേക്ക്സ് ഒക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുഡിങ്ങാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. സിമ്പിൾ പുഡിങ്. ഇത് ഞാൻ മാജിക് കൗണ്ടിൽ കാണിച്ചിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഒരുപാട് പേര് കണ്ടതായിരിക്കും, എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ചില റെസിപ്പീസ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവർ ചെയ്യുന്ന പുഡിങ്ങാണ് റോസ് പുഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ചൈന ഗ്രാസിലാണ്. ചൈന ഗ്രാസിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് പകരം ചൈന ഗ്രാസിൽ ജലറ്റിൻ വേണമെന്നുള്ളവർക്ക് ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ പ്രധാനമായിട്ടുള്ളത് റോസ് മിൽക്ക് പൗഡർ വേണം. റോസ് എസൻസ് അല്ലേ, അപ്പോൾ റോസ് മിൽക്ക് പൗഡർ നിർബന്ധം. അപ്പോൾ ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ചൈന ഗ്രാസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒരു ക്ലോസിൽ കാണിച്ചു. ആദ്യത്തെ ഇത് കുതിർന്നിട്ടാണ് നമ്മൾ അലിയിക്കേണ്ടത്. അപ്പോൾ ജലറ്റിൻ പോലെയല്ല. ജലറ്റിൻ പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുതിർന്ന് കിട്ടും. പക്ഷേ ഇത് ഇച്ചിരൂടെ സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഇത് 10 grams ആണ്. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ചൈന ഗ്രാസ്. ഇത് വിദേശത്തൊക്കെ ആണെങ്കിൽ അഗർ പൗഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ പറ്റും. നമുക്കിപ്പോൾ ഓൺലൈനായിട്ടും അഗർ പൗഡർ വാങ്ങിക്കാറുണ്ട്. പൗഡർ ഫോമിൽ ചൈന ഗ്രാസ് കിട്ടും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാ കടകളിലും അല്ലാണ്ട് കിട്ടും. അപ്പോൾ ഇതിനെ എടുത്തിട്ട് 10 ഗ്രാം ഇതെടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു പാത്രത്തിലിട്ടിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച്, തണുത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത്, ഒഴിച്ച് കുതിരാനിട്ട് വയ്ക്കുക. വെച്ചതാണ് നമ്മുടെ ചൈന ഗ്രാസ്. ഏതാണ്ട് ചകിരി പോലെ ഇരിക്കും. ഉണങ്ങി ഇരിക്കില്ല, അത് മാതിരി ഉണങ്ങിയ പേപ്പർ മാതിരി. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കുന്നത്. ഞാൻ അളന്ന് വെച്ചതാണ്. 2 കപ്പ് വെള്ളം കുതിർന്ന് റെഡിയായി വരും. ഒരു 1/2 മണിക്കൂർ മുന്നേ ഇങ്ങനെ കുതിരാൻ വെച്ചാൽ ഏറ്റവും നല്ലത്. ഇതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുതിരാൻ വയ്ക്കുന്നത്. നമുക്ക് 1/2 മണിക്കൂർ സമയം ചിലപ്പോൾ കിട്ടില്ല, എങ്കിലും സാരമില്ല. അപ്പോൾ ചൈന ഗ്രാസ് കാര്യമായിട്ട് കുതിർന്ന് റെഡിയായിരിക്കും. ഇപ്പോൾ ജലറ്റിനാണെങ്കിൽ കുറച്ച് ഐസ് വാട്ടറിൽ 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ കുതിരാനായിട്ട് വയ്ക്കുക. ജലറ്റിനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതുപോലെ ഒരു 1/4 കപ്പ് തണുത്ത ഐസ് വാട്ടറിൽ കുതിരാൻ വയ്ക്കുക. അത് പെട്ടെന്നാകും. ഇത് കുറച്ചുകൂടി 1/2 മണിക്കൂർ ഇരുന്നാൽ കൂടുതൽ നല്ലത്. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ പാത്രത്തിലേക്ക് നോക്കിക്കോളൂ. 1/2 ലിറ്റർ പാൽ. 1/2 ലിറ്റർ പാൽ ഒഴിക്കാം. എന്നിട്ട് ഇത് ആക്ച്വലി ഞാൻ കാച്ചി വച്ചിരുന്ന പാലാണ്. കാരണം ഇപ്പോഴത്തെ പാലിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ പിരിഞ്ഞു പോയാലോ. അതുകൊണ്ട് ഞാനൊന്ന് ഉറപ്പിച്ചു. ഒന്ന് കാച്ചി കഴിഞ്ഞപ്പോൾ പിരിഞ്ഞില്ല, നല്ല പാലാണ്. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഞാൻ തിളപ്പിക്കാൻ വയ്ക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണമല്ലോ. ഇതിലേക്ക് പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട്, കാര്യം ഇതിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കും കുറച്ച് കഴിഞ്ഞിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, ഇതൊന്ന് അലിയിച്ചെടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ പഞ്ചസാര അലിഞ്ഞു തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ തീയിലിട്ട് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ. അതായത് ഇതിലെ പ്രധാന താരം ആരാണ്? റോസ് മിൽക്ക് പൗഡർ. ഇത് ഇങ്ങനെ വാങ്ങാൻ കിട്ടും, ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ റോസ് മിൽക്ക് പൗഡർ. ഇത് ഇങ്ങനെയല്ല കിട്ടുന്നത്, ഇതിന് വേറൊരു പാക്കറ്റും കൂടി ഉണ്ടാവും. പല ബ്രാൻഡ്സിൽ കിട്ടും. ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ നോക്കുക. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ടല്ലോ, കേക്കിൻ്റെ കാര്യങ്ങൾ. പിന്നെ ചില പ്രൊവിഷ്യൻ സ്റ്റോഴ്സിൽ കിട്ടും, സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും. റോസ് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ മതി. അതിനൊരു പാക്കറ്റ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇങ്ങനൊരു സംഭവം. ഓക്കെ, ഇതാണ് അതിനകത്തുള്ള പാക്കറ്റ്. ഇത് ലൈറ്റ് പിങ്ക് കളറാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ കളറ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ ഇങ്ങനെ എടുക്കണം. നമുക്ക് പൊട്ടിക്കുന്നതേ ഉള്ളൂ. ഫ്രഷ് പാക്കറ്റാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കിയാൽ മതിയല്ലോ. ബാക്കിയുള്ളത് കുപ്പിയിലാക്കി വയ്ക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ഒരു ബൗളിലേക്ക് ഞാൻ അളന്നെടുക്കുകയാണ്. 1 2 അല്ലല്ലോ, പിന്നെ 3 4 5 ഒരു 6 ടേബിൾ സ്പൂൺ. ഓക്കെ, 6 ടേബിൾ സ്പൂൺ റോസ് മിൽക്ക്
പൗഡറും എടുത്ത് വയ്ക്കുക. ഇത് നമ്മൾ റോസ് മിൽക്ക് പാലിൽ റോസ് മിൽക്ക് ഉണ്ടാക്കി കുടിക്കില്ലേ തണുപ്പിച്ചൊക്കെ, അതിന് പറ്റിയ കാര്യമാണ്. അതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ റോസ് മിൽക്ക് പൗഡർ. പക്ഷെ നമ്മളത് പുഡിംഗ് ആക്കുന്നു, അത്രേ ഉള്ളൂ. ഈ റോസ് മിൽക്ക് ഉണ്ടാക്കിയിട്ട് പുഡിംഗ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതിയിരിക്കുന്നത് പഞ്ചസാര. അപ്പോൾ ഇതിനകത്ത് മധുരമുണ്ട്. അല്ലാണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇത്രയും പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർച്ച് ഉണ്ട്, പെർമിറ്റഡ് സിന്തറ്റിക് ഫുഡ് കളറുണ്ട്, ഫ്ലേവേഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു പ്രിസർവേറ്റീവ് കാര്യം അതാണ് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഗ്ലാസ് പാലിൽ ഒരു 2.5 ടീസ്പൂൺ നിറച്ച് ഭൂമിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് റോസ് മിൽക്ക് ആകുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിവിടെ റെഡി ആയിരിക്കട്ടെ. മറ്റേത് എന്താണ് നമ്മൾ ചൈന ഗ്രാസ് കുതിരാനായിട്ട് വെച്ചതും റെഡി. ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ പകുതി വേണം, ഒരു ടിന്നിൻ്റെ പകുതി. ഇനി കണ്ടൻസ് മിൽക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് ഈ പാലിനെ ഒന്നുകൂടി ഒന്ന് തിക്കാക്കി എടുക്കുക. കുറച്ചുകൂടെ ഒരു കൊഴുപ്പുള്ള പാലാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാല് ഇത് തിൻ മിൽക്ക് അല്ല, ഇത് നല്ല കൊഴുപ്പുള്ള പാല് തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ മിൽമേഡ് ആണെങ്കിലും ബ്ലൂ കളറിലെ പാക്കറ്റില്ലേ, അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ക്രീം മിൽക്ക്. ഓക്കെ, അപ്പോൾ ഇതിനെ ചൂടായി അതിനോടൊപ്പം പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത്, റോസ് മിൽക്ക് പൗഡറും കൂടി ചേർക്കും. ഇതിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നോളും, ഒരു കുഴപ്പമില്ല. അതിന് അത്യാവശ്യം മധുരമുണ്ട്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ ചേർത്തു, അത്രയും വേണം നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ ഇതിലിനി നമ്മൾ ചൈന ഗ്രാസും അത് 2 കപ്പ് വെള്ളത്തിൽ കുതിർന്നിരിക്കുമല്ലേ, ആ കാര്യം കൂടി അലിയിച്ച് ചേർക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ഹെവി ആകുമല്ലോ. അപ്പോൾ അതിന് ചിലപ്പോൾ കറക്റ്റാണ്. എന്തായാലും ഇതൊരു ട്രൈഡ് ഔട്ട് റെസിപ്പിയാണ്. ഞാനിത് നേരത്തെ ചെയ്ത് നോക്കിയതല്ലേ മാജിക് പൗവിന് വേണ്ടി. അപ്പോൾ 5 ടേബിൾ സ്പൂൺ അത് കറക്റ്റാണ്. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ കുതിരാൻ വെച്ച കാര്യങ്ങൾ കുതിർന്നു, കുറച്ച് കുതിർന്നു. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അരമണിക്കൂറെങ്കിലും കുതിരണ്ടാണ്, പക്ഷേ കുഴപ്പമില്ല. ചൂട് വരുമ്പോൾ കുറച്ച് സമയം എടുത്താലും നമുക്കത് അലിഞ്ഞ് കിട്ടും. അരമണിക്കൂറാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അലിയും. ഇത് കുറച്ചുകൂടെ സ്ലോ ആകും, അത്ര. ഇപ്പോൾ ദേ നമ്മളുടെ അഗർ അഥവാ ചൈന ഗ്രാസ് ഓക്കെ തളയൊക്കെ വരാറായി. അപ്പോൾ ഇങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലും കുറച്ച് തരിയുണ്ട്, കഞ്ഞി വെള്ളം പോലെ ആകുന്നുണ്ടോ. ക്ലിയർ ലിക്വിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ക്ലൗഡി ലിക്വിഡ്. പക്ഷേ പീസസ് ഉണ്ടാകുന്നു, അത് കംപ്ലീറ്റ് അരിയണം. അതുവരെ നമ്മളിങ്ങനെ ഇതിപ്പോൾ അധികം നേരം ഞാൻ കുതിരാൻ വെച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും തന്നെ തിളയ്ക്കുമ്പോൾ അത് സത്യത്തിൽ നന്നായിട്ടെല്ലാം അലിഞ്ഞ് കിട്ടേണ്ടതാണ്. കുറച്ച് പീസ്, അതുകൊണ്ട് ഇച്ചിരി ഒരു 5 മിനിറ്റ് കൂടുതൽ ഞാനിങ്ങനെ തിളപ്പിക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഒരു സൈഡിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പാലും റോസ് മിൽക്ക് ആൻഡ് എന്താ പറയുക പഞ്ചസാര ആ ഒരു മിശ്രിതവും റെഡി ആയിക്കൊണ്ടിരിക്കും. ഈ രീതിയിലേക്ക് ഞാൻ ഏകദേശം എല്ലാം നല്ലതായിട്ട് മിക്സ് ആയി കഴിഞ്ഞല്ലോ, നല്ല ചൂടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്നിൻ്റെ പകുതി ഒഴിക്കാം. ഒരു സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ വരെ വരും. ഓക്കെ, ഒരു 6 ടേബിൾ സ്പൂൺ. അപ്പോൾ ഏതാണ്ട് ഒരു അര ടിൻ കണ്ടൻസ് മിൽക്ക് എന്ന് പറയാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇത് രണ്ടും കൂടി മിശ്രിതവും കൂടി യോജിപ്പിക്കണം. അതായത് ഈ ചൈന ഗ്രാസ് തിളച്ച് വരുന്ന ആ ഒരു ചൂടും ഇത് പാൽ മിശ്രിതത്തിൻ്റെ ചൂടും ഈക്വൽ ആയിരിക്കണം, ഓൾമോസ്റ്റ് ഈക്വൽ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. അങ്ങനെ ആണെങ്കിലുള്ള ഗുണം കുറച്ച് കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പുഡിങ് സെറ്റായി വരും. അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒരു ലെയറാകും, മറ്റേ പാലിൻ്റെ ഇത് ലെയർ വേറെ ആയിട്ട് ചില പർട്ടിക്കുലർ കേസിൽ അങ്ങനെ സംഭവിക്കും. നോക്കിക്കോ, ഇതിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളത്തിലല്ലേ നമ്മൾ ഉരുക്കിയത്. അപ്പോൾ അത്രയും വെള്ളം ഇതിനകത്ത് കയറി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ആ പഞ്ചസാര ഇപ്പോൾ കറക്റ്റായിരിക്കും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ. ഇനി ഇതിൽ ചെറിയ ചെറിയ തരികളായിട്ട് ചൈന ഗ്രാസ് കിടക്കുന്നുണ്ടാകും, ഉരുകാതെ കിടന്ന കുറച്ച് ചെറിയ പീസസ്. അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, നമ്മൾ അരിച്ചാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നിട്ട് കണ്ടോ പീസസ് ആയിട്ട് കിടക്കുന്നത്. അതിനെ ഇങ്ങനെ തേച്ച് വിട്ടാൽ മതി. കറക്റ്റ് പ്രാവശ്യം കറക്റ്റായിട്ട് കിട്ടും. സോ പുഡിംഗ് മിക്സ് ഈസ് റെഡി.
ഇനി ഫ്ലേവറിങ്ങിന് എന്തെങ്കിലും എസൻസ് വേണോ എന്ന് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു റോസ് എസൻസ് ഒക്കെ ചേർക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം റോസ് മിൽക്കിൽ ആ എസൻസ് ഒക്കെ ചേർന്നാണ് വന്നിരിക്കുന്നത്, റോസ് മിൽക്ക് പൗഡറിൽ. അപ്പോൾ അതിന് ആ ഫ്ലേവറിങ് ഏജൻ്റ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൗഡർ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയത്. സോ നമുക്ക് വേറൊരു എസൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി വേറൊന്നും ചെയ്യാനില്ല, നന്നായിട്ടൊന്ന് തണുക്കണമല്ലോ. അപ്പോൾ ഇനി പാത്രം ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് പകർന്ന് വയ്ക്കാം. ഓക്കെ, ഒരു സ്ക്വയർ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വയ്ക്കാം. നല്ല കുറുകിയിരിക്കുന്ന ഒരു മിശ്രം. ഇപ്പോൾ ഇത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഇതൊന്ന് കൂളാകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം 2 മണിക്കൂർ താഴത്തെ തട്ടിലിരിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സെറ്റാകും. ഇത് പുറത്തിരുന്നാലും സെറ്റാകും, ചൈന ഗ്രാസാണ്, അത് ഉറച്ച് കിട്ടും. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി തണുക്കാനായിട്ട് പുറത്ത് വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ സെറ്റാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാകണമെങ്കിൽ ഒന്ന് കൂളായി കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചാലും മതി, ഒരു 1 അവർ. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നോക്കാം, ഇതിൻ്റെ തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ക്ലിയറൻസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ കുറച്ച് നേരം നമ്മളുടെ എന്താ പറയുക ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെച്ചു കൂടി. ഓക്കെ, പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ്. ഒരു 1 അവർ ആയിട്ടുള്ളൂ, ഹാർഡ്ലി 1 മണിക്കൂർ സെറ്റായി. ഭയങ്കര തണുത്തോന്ന് ചോദിച്ചാൽ അങ്ങനെ ചില്ലല്ല, ചെറിയൊരു തണുപ്പായിട്ടുള്ളൂ, പക്ഷെ സെറ്റായി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചത്. നോക്കിയേ, നല്ല റോസ് പിങ്ക് കളറിലെ നമ്മുടെ റോസ് പൊടി. പിന്നെ അലങ്കാരമായിട്ട് ഇപ്പോൾ ഒരു ജെല്ലി വെച്ചിട്ട് വേണമെങ്കിൽ ടോപ്പിംഗ് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ലെയർ ഞാൻ മാജിക് ആമണ്ടിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലെയറും കൂടി ഉണ്ടായിരുന്നു. അത് ശരിക്കും ജലറ്റിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ജ്യൂസിൽ വേണമെങ്കിൽ സ്ട്രോബെറി ജ്യൂസ്, റാസ്ബെറി ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജെല്ലി മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ലെയർ ആക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാണ്. അതിന് പകരം കുറച്ച് റോസ് പെറ്റൽസ്, റോസാപ്പൂ, ഇത് പനിനീർ റോസിൻ്റെ പെറ്റൽസ് ഡ്രൈഡ് ഫോം, ഉണക്കിയതാണ്. ഇത് വാങ്ങാനും കിട്ടും, നമുക്ക് വീട്ടിലും ചെയ്യാവുന്ന കാര്യമാണ്. നല്ല മണം. റോസ് പെറ്റൽസ് വെച്ചിട്ട് അലങ്കരിക്കും. അപ്പം നല്ല സിംബോളിക് ആയിക്കോട്ടെ. റോസ് പുഡിംഗ് വിത്ത് റോസ് പെറ്റൽസ്, ഇങ്ങനെ ഉണ്ട് ഐഡിയ. നൈസ് അല്ലേ? പോലെ മനോഹരിയായ നമ്മളുടെ റോസ് പുഡിംഗ് കണ്ടിട്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്ന് മനസ്സിലായില്ല, എൻ്റെ മുഖം കണ്ടാലും അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് സ്ക്വയറായിട്ടോ റെക്റ്റാങ്കിളായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ റോസ് പെറ്റൽസ് വെച്ചിട്ടല്ല അലങ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പനിനീർ റോസ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ചൊക്കെ ഡ്രൈഡ് ആയിട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അലങ്കാരങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാം. പിന്നെ കഴിക്കാനും പറ്റുമല്ലോ, എഡിബിളാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ റോസാ പൂവിൻ്റെ ഇതുള്ള കഴിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ, ഇടയ്ക്ക് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യും. ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആകാം. സ്ക്വയേഴ്സ് ആക്കല്ലേ, സ്ക്വയേഴ്സ്. സ്ക്വയറായിട്ട് രൂപാന്തരപ്പെടാൻ പോണേ ഉള്ളൂ. ഈ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ ഇത് ഒന്നുകിൽ നമുക്കിങ്ങനെ ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇത് അല്ലാണ്ട് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം ഈ എൻഡ് പീസിനെ നമുക്ക് ഇച്ചിരി അത്ര ഷേപ്പായിട്ട് കിട്ടണമെന്നില്ല, പക്ഷെ അത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. ഓക്കെ, എടുത്തിട്ട് ഈ ബൗളിൽ വെച്ച് കാണിച്ചാൽ പിങ്കി പുഡിംഗ് ഇവിടെ സെറ്റ് ടു ഗോ. എങ്ങോട്ട് പോകാനാണ്, ഞാൻ കഴിക്കാൻ പോവാണ്. ടേസ്റ്റിംഗ് ടൈമാണ് എൻ്റെ. ഇത് ക്യൂട്ടാണ്, അറിയാം, ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അപ്പോൾ അതൊന്ന് കഴിക്കുന്നത് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട്
എടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്ചർ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, കാണുന്നുണ്ടല്ലോ. സോഫ്റ്റ് ആൻഡ് അയ്യോ നൈസ്. കാണുന്ന പോലെ തന്നെ സുന്ദരമായ സ്വാദുള്ള പുഡിങ്ങാണ്. റോസ് കളർ എന്ന് പറഞ്ഞാൽ ആ റോസ് ഫ്ലേവറും ഉണ്ട്. ആ റോസ് മിൽക്കിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അയ്യാ എന്താ അറിയാം, റോസ് ഫ്ലേവർ ഭയങ്കര ഒരു എത്തനിക് ഫ്ലേവറാണ് സത്യത്തിൽ. റോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, പനിനീർ പുഷ്പം പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വയലറ്റല്ല അല്ലെങ്കിൽ പോകുന്ന ആ ഒരു രീതി. ഇത് നമുക്ക് നിർത്താനേ പറ്റില്ല, കഴിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര തണുപ്പിച്ച് തന്നെ കഴിക്കാം, നല്ല ചില്ലായിട്ട്. ഇത് അത്ര ചില്ലായിട്ടില്ല, ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ എക്സലൻ്റ്, ഇതിനെക്കാട്ടിലും ഒരു ഇരട്ടിയും കൂടിയാകും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പുഡിങ്ങാണ് ഈ റോസ് പുഡിങ്. അപ്പോൾ ഞാനിതെല്ലാം സൂക്ഷിച്ച് ക്ലീൻ റാപ്പൊക്കെ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കും. അത് കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി. അപ്പോൾ നിങ്ങളിത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക, ഇഷ്ടമാവും. സിമ്പിൾ പുഡിങ്ങാണ്. പുഡിങ് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ധാരാളം, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മാജിക് കമൻറ്റിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പല വെറൈറ്റീസ് ഓഫ് പുഡിങ്സ്. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ലളിതമായ പുഡിങ്ങിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെറിയ ചെറിയ പുഡിങ്സ് കാണിക്കുന്നത്, കോംപ്ലിക്കേറ്റഡ് അല്ല. ഭാവിയിൽ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള പുഡിങ്സും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് തരിക, ഒരു നല്ല കമൻറ്റ് തരിക. ഇതൊക്കെയാണ് നമ്മളുടെയൊക്കെ സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching Lekshmi Nair vlogs.